ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേറ്റൊരു ശുശ്രൂഷയുടെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവച്ച് പ്രാർത്ഥന നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോ പാച്ചേരിയിൽ CMI ആണ്. അദ്ദേഹം ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഈ കാലയളവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ അനേകർക്ക് വചനം പങ്കുവച്ച് അനേകരെ വിശുദ്ധിയിലേക്കും ഈശോയുടെ സ്നേഹത്തിലേക്കും നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജോയച്ചൻ. അച്ഛനിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക ദൂത് അച്ഛനിലൂടെ പരിശുദ്ധാത്മാവാണ് പങ്കുവെക്കുന്നത്. നമുക്കൊരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളൊന്ന് അടയ്ക്കാം. കരങ്ങളൊക്കെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായൊരു സാന്നിധ്യം, അന്ത്യകാലഘട്ടത്തിൻ്റെ അത്ഭുതകരമായ ഒരു അഭിഷേകം ഈ ശുശ്രൂഷയിൽ നിറയപ്പെടുന്ന സമയമായത്. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുക. ജോയൽ 2:28 പറയുന്നില്ലേ, അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഒരു സാന്നിധ്യം ഈ ആലയത്തിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ജോയച്ചനെ നമുക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കാം. ഈ ആത്മാവിൻ്റെ അത്ഭുതകരമായ ശക്തി സാന്നിധ്യം ഈ കൂട്ടായ്മ നിറയുവാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് ചേർന്ന് പാടി പരിശുദ്ധാത്മാവിനെ സ്നേഹപൂർവ്വം ക്ഷമിക്കുകയാണ്. അന്ത്യകാലഘട്ടത്തിൻ്റെ ഒരു അഭിഷേകം. പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, പൊന്നു പരിശുദ്ധാത്മാവേ, ഈ ആലയത്തിൽ അവിടെ നിന്ന് ഇപ്പോൾ വെളിപ്പെടുത്തണമേ. ദൈവശക്തി വെളിപ്പെടുത്തണമേ. ആത്മശക്തി പ്രവഹിക്കട്ടെ, അഭിഷേക ശക്തി ഒഴുകട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് നമുക്ക് ചേർന്ന് പാടാം. അന്ത്യകാല അഭിഷേകം എല്ലാവരും ചേർന്നുകൊണ്ട് സകല ജഡത്തിൽ മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ഒന്ന് ചേർന്ന് ആലപിക്കുക. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിൽ മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച മക്കളെ ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ രണ്ട് കരങ്ങൾ ഉയർത്തി അങ്ങോട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. രാത്രിയുടെ യാമങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ജലധാര പോലെ നിന്റെ ഹൃദയത്തെ അവിടുന്ന് ചൊരിയുക. ഇസ്രായേലിന്റെ പ്രകാശഭക്തിയായും അവിടുത്തെ പരിശുദ്ധ ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുൾപ്പടപ്പം കത്തിച്ചാമ്പലാവും. നിന്റെ സകല അവസ്ഥകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. നിന്റെ നിയോഗങ്ങൾ ഉയർത്തുക, നിന്റെ പ്രാർത്ഥനകൾ ഉയർത്തുക, നിന്റെ കുടുംബത്തെ ഉയർത്തുക, തൊഴിൽ മേഖലകൾ ഉയർത്തുക. നീയുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലേക്കും ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ആത്മാവേ ഒറ്റ വിളിയൊന്ന് വിളിച്ചേ. ആത്മാവേ, കരങ്ങളടിച്ച് ആത്മാവേ, 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 ആത്മാവേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചില്ല. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവേ, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചില്ല.
കരങ്ങൾ ഉയർത്തിയടിച്ച് തീ പോലെ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. കണ്ണുകൾ അടച്ച് ഇരു കരങ്ങൾ ഉയർത്തി അങ്ങോട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ മക്കളെ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിന്റെ ദൈവമേ, ആ തീ എന്റെ മേൽ വന്ന് നിറയണമേ. രാത്രിയുടെ യാമങ്ങളിൽ ശാലോം ടിവിയിലൂടെ ഈ ജാഗരണ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന സകല വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് തീ വന്ന് നിറയട്ടെ. നിർജീവങ്ങളായ കോശങ്ങളിലേക്ക് പരിശുദ്ധാത്മാവായി തീ വന്നിറങ്ങട്ടെ. രോഗപീഠകളിലേക്ക്, കടബാധ്യതകളിലേക്ക്, സകല സങ്കടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവാവുന്ന തീ വന്ന് നിറയട്ടെ. കരങ്ങൾ അടിച്ച് സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറക്കണമേ. വിളിച്ചുണരട്ടെ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. ഇടതും വലതും നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഇടതും വലതും നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ കൂട്ടായ്മയോടുകൂടെ വിളിച്ച് പ്രാർത്ഥിക്കുക. പൗലോസ് തിമോത്തിയോസിനെ ഇങ്ങനെ ഉപദേശിച്ചു, എന്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവീക വരം നിന്നെ പ്രോത്സാഹിക്കട്ടെ. വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ, ആത്മനിയന്ത്രണത്തിന്റെ, സ്നേഹത്തിന്റെ ആത്മാവിനെ നിന്നിലേക്ക് ഇതാ നിവേശിപ്പിക്കുന്നു. കണ്ണുകൾ അടക്കിയ ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. പരസ്പര ബന്ധിതമായ കരങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇടതും വലതും നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിന്റെ കരത്തെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആത്മാവേ ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. സമ്പൂർണമായി സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. മക്കളെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇടവ സമൂഹങ്ങളെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാ വൈദികരെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. മെത്രാന്മാരെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കേരള സഭയെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഭാരത സഭയെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആഗോള സഭയെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർദിനാൾ സംഘത്തെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവിനെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങളെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. ജനകോടികളെ സമർപ്പിച്ച പൂർണ്ണമായി സമർപ്പിക്കുന്നു. 2 കരുയർത്തി യേശുവേ യേശുവേ എന്നത് വിളിച്ച് യേശുവേ യേശുവേ എന്നത് വിളിച്ച് അതരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവർത്തനം 4-12 തിരുവചനം. ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി ഒറ്റ നാമം മാത്രമേ ഉള്ളൂ, യേശു നാമം. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. യോഗ്യങ്ങളായ മക്കളിലേക്ക് അവിടുത്തെ സൗഖ്യത്തിന്റെ കരം അവിടെ നീണ്ടു വരട്ടെ. മരുന്നോ ലേപന ഔഷധവുമല്ല, കർത്താവിന്റെ വചനമാണ് സൗഖ്യം തരുന്നത്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇത് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഹൃദയം തുറങ്ങി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ ഈ സമൂഹത്തെ സംഭവിക്കട്ടെ, രോഗികളെ സംഭവിക്കട്ടെ, ഓരോ കുടുംബങ്ങളെ സംഭവിക്കട്ടെ. വെന്റിലേറ്ററിൽ
കിടക്കുന്ന രോഗികളിലേക്ക് സൗഖ്യം വ്യാപരിക്കട്ടെ. ഓപ്പറേഷൻ വിധേയരായിരിക്കുന്നവരെ നീ കാണണമേ. വൈദ്യശാസ്ത്രം കൈവിട്ടവരെ നീ കാണണമേ. അത്ഭുത രോഗശാന്തികൾ കർത്താവേ, അവിടുത്തെ മുറിവേറ്റ കരങ്ങളുമായി രോഗികളുടെ മക്കളിലേക്ക് നീ കടന്നു വരണമേ. ഓരോ രോഗികളെ രോഗപീഠകളിലേക്ക് സൗഖ്യം അവിടുന്ന് ഒടുങ്ങട്ടെ. 2 കരങ്ങൾ സ്വന്തം ശിരസിൽ വെക്കുക മക്കളെ. 7 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചോ. എത്ര വലിയ രോഗമായിക്കൊള്ളട്ടെ, കർത്താവ് സൗഖ്യം തരുന്ന മണിക്കൂറ, കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്ന മണിക്കൂറ. അവിടുന്ന് ശക്തി പൊട്ടിപ്പുറപ്പെട്ട് സകല രോഗികളെ സുഖപ്പെടുത്തുന്നു. സൗഖ്യത്തിനായി വിളിക്കുക. സൗഖ്യമായി നിറയണമേ, സൗഖ്യമായി നിറയണമേ. എല്ലാ രോഗികളെയും സമർപ്പിച്ച്, സൗഖ്യമായി നിറയണമേ. ക്യാൻസർ രോഗികളെ സമർപ്പിച്ച്, സൗഖ്യമായി നിറയണമേ. കിഡ്നി രോഗികളെ സമർപ്പിച്ച്, സൗഖ്യമായി ട്യൂമർ നിറയണമേ. രോഗികളെ സമർപ്പിച്ച്, സൗഖ്യമായി ഷുഗർ പ്രഷർ രോഗികളെ സമർപ്പിച്ച്, സൗഖ്യമായി സ്ത്രീ സഹജമായ രോഗികളെ സമർപ്പിച്ച്, സൗഖ്യമായി പുരുഷ സഹജമായ രോഗികളെ സമർപ്പിച്ച്, സൗഖ്യമായി എന്നും മരുന്ന് കഴിക്കുന്നവരെ സമർപ്പിച്ച്, സൗഖ്യമായി കൂടെ കൂടെ പനി വരുന്ന അവസ്ഥയെ സമർപ്പിച്ച്, സൗഖ്യമായി കൈക്കുഞ്ഞുങ്ങളെ രോഗികളെ സമർപ്പിച്ച്, സൗഖ്യമായി കാഴ്ചയില്ലാത്തവരെ സമർപ്പിച്ച്, സൗഖ്യമായി കേൾവിയില്ലാത്തവരെ സമർപ്പിച്ച്, തലച്ചോറ് ക്ഷതം പറ്റിയിരിക്കുന്നവരെ സമർപ്പിച്ച്, ഹാർട്ടിന് ഹോളുള്ളവരെ സമർപ്പിച്ച്, തളർന്ന് കിടക്കുന്നവരെ സമർപ്പിച്ച്, എന്നും മരുന്ന് കഴിക്കുന്നവരെ സമർപ്പിച്ച്, നിന്റെ കുടുംബാംഗങ്ങളെ രോഗികളെ സമർപ്പിച്ച്, പ്രിയപ്പെട്ട രോഗികളെ സമർപ്പിച്ച്, നീ പ്രാർത്ഥിക്കേണ്ട ഓരോ രോഗികളെ സമർപ്പിച്ച് 2 കരങ്ങൾ അങ്ങോട്ട് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ജീവദാതാവായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ റഫായേലിന്റെയും സകല വിശുദ്ധാത്മാക്കളുടെയും വിശുദ്ധ പാദ്രപ്പിയുടെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും വിശുദ്ധ ഡോമിനിക് സാവിയോയുടെയും വിശുദ്ധ ബെനഡിക്റ്റിന്റെയും വിശുദ്ധ ഡോമിനിക് സാവിയോയുടെയും വിശുദ്ധ ചാവറ പിതാവിന്റെയും വിശുദ്ധ എവുപ്രാസമിയുടെയും വിശുദ്ധ അൽഫോൻസമയുടെയും സകല വിശുദ്ധാത്മാക്കളുടെയും പ്രത്യേകമായ സ്ഥാനത്താലും സഹായത്താലും ഈ ദൈവമക്കളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന തലമുറകളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ബോധ്യങ്ങളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന വരുമാന മാർഗങ്ങളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ആധിപത്യങ്ങളെയും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ശക്തിയാ. സങ്കീർത്തനം 91:10, 2 മക്കബർ 8:18, റോമ 16:20, എഫെസോസ് 6:10 ഈ വചനങ്ങൾ അഭിഷേകത്തെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിർവീര്യമാകട്ടെ. വിശുദ്ധ കുരിശിനാൽ വിശുദ്ധീകരിക്കണമേ, 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 വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കണമേ, 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 വിശുദ്ധീകരിക്കണമേ. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനം പറയുന്നു, വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം അവിടെ മനസ്സ് തുറന്നു. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം അവിടെ മനസ്സ് തുറന്നു. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. ശാലോം ടിവിയിലെ ജാഗരണ പ്രാർത്ഥന ഈശോ നമ്മെ സന്ദർശിക്കുന്ന സമയമാണ്. ശാലോം ടിവിയിലെ ജാഗരണ പ്രാർത്ഥന ഈശോ നമ്മോട് സംസാരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവിടെ അടുക്കിലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഈ രാത്രി കർത്താവ് നമ്മുടെ ഭവനത്തിൻ്റെ വാതിൽ മുട്ടുക. ഈ രാത്രി കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ മുട്ടുക.
ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരുപാട് കുടുംബങ്ങളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ചില കുടുംബങ്ങളുടെ പ്രത്യേകത എന്താ? ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഭവനങ്ങൾ. ചില കുടുംബങ്ങളുടെ പ്രത്യേകത എന്താ? ദൈവത്തെ കുടിയൊഴിപ്പിച്ചിരിക്കുന്ന ഭവനങ്ങൾ. ഇന്ന് എൻ്റെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ്? ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഭവനമാണോ അതോ ദൈവത്തെ കുടിയൊഴിപ്പിച്ചിരിക്കുന്ന ഭവനമാണോ? നമുക്ക് കാണാൻ സാധിക്കും, ആദ്യ മാതാപിതാക്കൾ ആ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവത്തിൻ്റെ കൂടെ നടന്ന കുടുംബം, ദൈവത്തിൻ്റെ കൂടെ ഉലാത്തിയിരുന്ന കുടുംബം. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളി കേട്ടിരുന്ന കുടുംബമായിരുന്നു ആദ്യ മാതാപിതാക്കളുടെ കുടുംബം. എന്നാൽ ഈ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൂടെയായിരുന്ന കുടുംബം ഇതാ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക. ഈ രാത്രിയുടെ യാമങ്ങളിൽ ഞാനും ചിന്തിക്കണം, എൻ്റെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ്. എന്നാൽ പഴയ നിയമത്തിൽ നാം കാണുകയാണ്, ദൈവത്തിൻ്റെ ദൂതൻ ഏതെല്ലാം ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നു ആ കുടുംബത്തിൻ്റെ എല്ലാ കുറവുകൾ നിറവുകളായി മാറിയിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു ചെന്നു. ആ കുടുംബത്തിൻ്റെ കുറവ് എന്തായിരുന്നു? മക്കളുണ്ടായിരുന്നില്ല. ഇതാ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. ജോബിൻ്റെ കുടുംബത്തിൻ്റെ കുറവ് എന്തായിരുന്നു? ദൈവത്തിൻ്റെ ദൂതൻ കടന്നു ചെന്നു. ആ കുടുംബത്തിന് സമ്പത്ത് നൽകി. തോബിയത്തിൻ്റെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു ചെന്നു. ആ കുടുംബത്തിന് രോഗശാന്തി നൽകി. പഴയ നിയമത്തിൽ നാം കാണുക, ദൈവത്തിൻ്റെ ദൂതൻ ഏതെല്ലാം ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നോ ആ കുടുംബത്തിൻ്റെ എല്ലാ കുറവുകൾ നിറവുകളായി മാറിയെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കുടുംബങ്ങളെയെല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയെ കർത്താവ് ശംശിയ. കർത്താവ് ശംശിയ ഏതെല്ലാം ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നോ ആ കുടുംബത്തിൻ്റെ എല്ലാ കുറവുകൾ നിറവുകളായി മാറിയിട്ടുണ്ട്. കർത്താവ് ശംശിയ ഏതെല്ലാം ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നു കുടുംബങ്ങളെയെല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയെ കർത്താവ് ശംശിയ. നമുക്ക് കാണാൻ സാധിക്കും, എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കർത്താവ് ശംശിയ കടന്നു ചെന്നു. ആ കുടുംബത്തിന് എന്തായിരുന്നു ആവശ്യം? മറിയത്തിന്റെ ഉത്തരത്തിലായിരുന്നു കൊണ്ട് യേശു എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക. ആ കുടുംബത്തിന് പരിശുദ്ധാത്മാവിന് ലഭിച്ചു. വീണ്ടും നമ്മൾ കാണുക സക്കേവൂസിന്റെ ഭവനം. സക്കേവൂസിന്റെ ഭവനം നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, സക്കേവൂസ് ഒരു മലയാളിയാണെന്ന് ചിന്തിക്കുക. മലയാളി മാതാപിതാക്കൾ അവിടെയൊക്കെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താ? സക്കേവൂസിന് വലിയ കാറുണ്ട്, വലിയ വീടുണ്ട്. സക്കേവൂസിന് 3 മക്കളുണ്ട്. സക്കേവൂസിന്റെ മൂത്ത മകൻ IELTS പാസ്സായി ഇപ്പൊ കാനഡയിൽ ചെന്നിട്ടുണ്ട്. രണ്ടാമത്തെ കൊച്ച് ഇതാ ജർമ്മൻ പഠിച്ചു, B2 പരീക്ഷയ. അവൻ ജാഗരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും B2 പാസ്സാവാൻ വേണ്ടി. മൂന്നാമത്തെ കൊച്ച് +2 പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. അത് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകണ്ടേ? ഓസ്ട്രേലിയ വേണോ, ജർമ്മനി വേണോ, അല്ലെങ്കിൽ UK വേണോ, എങ്ങോട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ സക്കേവൂസിന്റെ ഭവനത്തെ കാണാൻ സാധിക്കും, വലിയ വീടുണ്ട്, മക്കളൊക്കെ നല്ല നിലയിൽ എത്തിയിരിക്കുന്നു. ഇതാ ബാങ്ക് ബാലൻസ് ഉണ്ട്, വലിയ കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ യേശു സക്കേവൂസിന്റെ ഭവനത്തെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് സക്കേവൂസിന്റെ ഭവനത്തിന് കുറവുണ്ടായിരുന്നത്? ആ കുടുംബത്തെ ലഭിക്കുക. എന്തായിരുന്നു കുറവുണ്ടായിരുന്നേ? സക്കേവൂസിന്റെ ഭവനത്തെ കടന്നു ചെന്ന് യേശു പറഞ്ഞു, എന്തെന്നാ പറഞ്ഞേ? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇന്ന് പല കുടുംബങ്ങളുടെ അവസ്ഥ ഇതാ. നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ ഇതാ. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ മക്കൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിദേശത്തെത്തണം, ജോലി ശരിയാവണം. ഇതൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ. ഹല്ലേലൂയ. വീണ്ടും ഈശോ കടന്നു ചെന്ന കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഖാനായിലെ കുടുംബം, ആ കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുക. ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? അവിടെ വീഞ്ഞു തീർന്നു പോയിരിക്കുന്ന അവസ്ഥയാ. യേശു ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്നു. ആ കുടുംബത്തിന് പുതുവീഞ്ഞിന്റെ അനുഭവം നൽകി. ഇതേപോലെ തന്നെ ലാസറിന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു ചെന്നു. മരണത്തിൽ ജീവനിലേക്ക് യേശു ആ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, പത്രോസിന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു ചെന്നു. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനി ബാധിച്ചിരിക്കുകയായിരുന്നു. എന്തു പനിയായിരുന്നു പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് ബാധിച്ചത്? പന്നിപ്പനി, എലിപ്പനി, H1N1 എന്തുമായിക്കൊള്ളട്ടെ.
പക്ഷേ യേശു ഈ പനിയെ എന്തു ചെയ്തു എന്നാണ് വചനം പറയുന്നത്? പനിയെ ശാസിച്ചു എന്നാണ്. എന്തുകൊണ്ട് ശാസിച്ചു എന്ന് പറയുന്നത്? അതെന്തോ തിന്മയുടെ ശക്തിയായിരുന്നു, അന്ധകാര ശക്തിയായിരുന്നു. അതുകൊണ്ടാണ് പനിയെ ശാസിച്ചു എന്ന് പറയുന്നത്. ആ പനി ആ കുടുംബത്തിൽ വിട്ടുപോവുക, ആ തിന്മയുടെ സ്വാധീന വലയം ആ കുടുംബത്തെ വിട്ടുപോവുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ യേശു കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു. യേശു ഏതെല്ലാം ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നു, ആ കുടുംബത്തിൻ്റെ എല്ലാ കുറവുകൾ നിറവുകളായി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രി നീ പ്രാർത്ഥിക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? നിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരാൻ, നിന്റെ കുറവുകളിലേക്ക് യേശു കടന്നു വരും. മക്കളെ, നീ ഇന്ന് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ, ജാഗരണ പ്രാർത്ഥനയെ നീ പങ്കെടുക്കുമ്പോൾ നിന്റെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, നിയോഗങ്ങളുണ്ട്. എന്നാൽ നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താ? ഈശോയെ, നീ എൻ്റെ കൂടെ വരണേ. ഈശോയെ, എൻ്റെ ഭവനത്തിൻ്റെ കൂടെ വരണേ. യേശു ഏതെല്ലാം ഭവനങ്ങളിലേക്ക് കടന്നു എന്നോ ആ കുടുംബത്തിൻ്റെ എല്ലാ കുറവുകൾ നിറവുകളായി മാറിയിട്ടുണ്ട്. സക്കേവൂസിന്റെ ഭവനത്തിന് രക്ഷ നൽകി, ഖാനായിലെ കുടുംബത്തിന് പുതുവീഞ്ഞിന്റെ അനുഭവം നൽകി, സക്കേവൂസിന്റെ ഭവനത്തിന് രക്ഷ നൽകി, പത്രോസിന്റെ ഭവനത്തിൽ അമ്മായിമ്മയുടെ പനിയെ ശാസിച്ചു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിന്റെ കുടുംബത്തിലേക്ക് ഈശോ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നീ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്, ഈശോയെ നീ എൻ്റെ കൂടെ വരണേ, ഈശോയെ നീ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ വരണേ. പലപ്പോഴും നമ്മൾ ഇതുപോലെ ധ്യാനത്തെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള ചിന്ത എന്താ? IELTS പാസ്സാവണം, OET പാസ്സാവണം, എൻ്റെ രോഗം മാറണം, എൻ്റെ സാലറി ഒന്ന് ഹൈക്ക് ചെയ്യണം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടണം. ഇതല്ല മക്കളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നീ ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചാൽ മതി, ഈശോയെ നിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ, ഈശോയെ നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചുവെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിന്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഭവനം സന്ദർശിക്കാൻ ഇടവന്നു. ഞാനൊരു പള്ളി വിശുദ്ധ കുർബാന കഴിഞ്ഞ് സങ്കീർത്തി നിൽക്കുക. ആ സമയത്ത് എൻ്റെ അടുത്തൊരു കുടുംബനാഥൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ വീട്ടിലേക്കൊന്ന് വരാമോ? ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹം പറഞ്ഞു, ഭാര്യ വയ്യാതെ ക്യാൻസറൊക്കെ ബാധിച്ച് മരിക്കാറായി കിടക്കിയ, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പ്രാർത്ഥിക്കാം, എവിടെ വീടെന്നൊക്കെ ചോദിച്ചു. വീടൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, ഗൂഗിൾ ലൊക്കേഷനൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് വീടാണോ കൊട്ടാരാണോ അതുപോലത്തെ ഒരു മണിമാളിക അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ വീടിൻ്റെ മുമ്പിൽ കാറിൽ നിന്നിറങ്ങി. ഈ സമയത്ത് എനിക്ക് കാണുകയാണ്, ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കാണ് എനിക്ക് തന്നിരിക്കുന്നത്. 4 മക്കളുണ്ട്, മരുമക്കളുണ്ട്, അവിടെ പേരക്കിടാങ്ങളുണ്ട്. ഏറ്റവും അവസാനം ഈ കുടുംബനാഥന് നിൽക്കുന്നുണ്ട്. പേരക്കിടാങ്ങളൊക്കെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും എനിക്ക് സ്തുതി തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തരും സ്തുതി സ്വീകരിച്ച് അവസാനം ഈ കുടുംബനാഥൻ്റെയും സ്തുതി സ്വീകരിച്ചു. ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറി. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് വീടാണോ കൊട്ടാരാണോ എനിക്കൊന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണ്. ഞാൻ ഈ കുടുംബനാഥനോട് ചോദിച്ചു, എവിടെ നിന്ന് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടേ? ഈ സമയത്ത് ഈ കുടുംബനാഥൻ എന്നോട് പറയുകയാണ്, അച്ഛാ ഇവിടെയാണ് പ്രാർത്ഥനാമുറി. ഞാനും ഈ കുടുംബാംഗങ്ങളും പ്രാർത്ഥനാമുറിയിലേക്ക് പോയി. അവിടെ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. അവിടെ ഈശോയുടെ തിരുഹൃദയത്തിന് രൂപമുണ്ട്, ഒരു 4 അടിയെങ്കിലും ഉയരമുണ്ട്. 2 കരങ്ങളും നീട്ടി ഈ കുടുംബത്തെ ഇങ്ങനെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുന്ന മനോഹരമായിട്ടുള്ള രൂപം. ഞാൻ രൂപത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടു, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഈശോ ഇങ്ങനെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന മനോഹരമായിട്ടുള്ള രൂപം. ഞാൻ കർത്താവ് ശംസിയായോട് പറഞ്ഞു, നിന്നെ കുടുംബത്തിൽ മര്യാദയ്ക്കൊക്കെയാണല്ലോ കുടിയിരുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് മരുമോള് പോയി ഒരു സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്തു. ആ സമയത്ത് ഇങ്ങനെ മാല ബൾബൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. ഇത് ജ്വല്ലറിയുടെ അകത്ത് കയറിയിരിക്കുന്നതുപോലെ. ഞാൻ ഈ സമയത്ത് ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ കുടുംബാംഗങ്ങളോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ അമ്മ? ഈ സമയത്ത് കുടുംബാംഗങ്ങൾ പറഞ്ഞു, അമ്മ മുകളിലത്തെ നിലയിൽ മുറിയിലാണ് കിടക്കുന്നത്. ഞാൻ ഈ സമയത്ത് കുടുംബാംഗങ്ങളെ കൂട്ടി പ്രദക്ഷിണമായി ആ ഭവനത്തിൻ്റെ അമ്മ കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം വയറൊക്കെ തുറന്ന് പുറത്തേക്കിട്ട് ഈ കുടലൊക്കെ പുറത്തേക്കിട്ട് ചാവാറായി കിടക്കുന്ന ഈ അമ്മ.
ഈ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ അമ്മയ്ക്കൊരു നൽമരണം കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ മക്കളും മരുമക്കളൊക്കെ ഈ അമ്മയെ നല്ലപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് സ്തുതിയൊക്കെ ചൊല്ലി ഞാൻ താഴേക്ക് പോരുക. ഈ സമയത്ത് കുടുംബനാഥൻ, കുടുംബത്തിൻ്റെ ഈ അപ്പൻ അവിടെ ബിസിനസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെ വരുമാന മാർഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അവരെങ്ങനെയാണ് ഈ നിലയിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആ കാപ്പി കുടിച്ച് ആ ഭവനത്തിൽ നിന്ന് പോരുന്ന സമയത്ത് ഒരു ഭവനത്തിന് മറ്റ ശാപത്തിൻ്റെ വാക്കുകൾ പറയാറില്ല, അനുഗ്രഹത്തിൻ്റെ വാക്ക് മാത്രമേ പറയാറുള്ളൂ. എന്നാൽ ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഈ അപ്പനെയും മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു നൽമരണം കിട്ടേണ്ടേ, ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തേക്ക് പോയി നന്നാവാൻ പറ്റുമെങ്കിൽ പോയി നന്നായിക്കോ. അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞതെന്നറിയോ? ഒരു കുടുംബത്തിന് അച്ഛൻ പറയാറില്ല, പക്ഷെ ഈ കുടുംബത്തിന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിലേക്ക് വരുമാന മാർഗം, നീതിരഹിതമായ സമ്പത്ത് ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അനേകം വ്യക്തികളെ കണ്ണുനീരിറ്റിട്ട് വീണതാ ഇന്ന് ആ കുടുംബം ഉണ്ടുകൊണ്ടിരിക്കുന്നത്. അവരവർ വലിയ പ്രസ്ഥാനത്തെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, പാവപ്പെട്ടവന്റെ കണ്ണീരിറ്റിട്ട് വീണതൊക്കെയാ നീതിരഹിതമായിട്ടുള്ള സമ്പത്ത് ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്, വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം കാണുമ്പോൾ ബുദ്ധിയുള്ള ചിന്തിച്ചോ, എല്ലാത്തിന്റെ അവസാനായിട്ടുണ്ട്. വലതുകര ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുടുംബം ഒരു വിശുദ്ധ സ്ഥലമാ, നിന്റെ കുടുംബം ഒരു ദേവാലയമാ. ഈ കുടുംബമാവുന്ന ദേവാലയത്തിൽ എന്തെങ്കിലും അശുദ്ധ ലക്ഷണം കണ്ടു തുടങ്ങിയാൽ ബുദ്ധിയുള്ളോ ചിന്തിച്ചോ, നിന്റെ കുടുംബത്തിന്റെ അവസാനായിട്ടുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കത്തോലിക്ക സഭ, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കുടുംബത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ഇത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് വിവാഹം. രണ്ട്, ഇത് വിശുദ്ധമായിട്ടുള്ള ബന്ധമാണ്. മൂന്ന്, ഇത് പരസ്പരം സ്നേഹിക്കാനുള്ള വിളിയ. നാല്, ഇത് മരണം വരെ നീണ്ടു നിൽക്കേണ്ട ജീവിതമാണ്. അഞ്ച്, ബോധപൂർവം മക്കൾക്ക് ജന്മം നൽകേണ്ട ജീവിതമാണ് കുടുംബ ജീവിതം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കത്തോലിക്ക സഭ കുടുംബത്തെ കുറിച്ച് പറയുന്നു, ഇത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് വിവാഹം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദമ്പതികളായ ഓരോ വ്യക്തികളും ഇന്ന് ഈ രാത്രിയിൽ ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ കുടുംബം ഇതാരുടെ കണ്ടുപിടുത്തം? ഇത് മനുഷ്യൻ്റെ കണ്ടുപിടുത്താണോ എൻ്റെ ജീവിത പങ്കാളി? ആരാണ് എനിക്ക് ഈ ജീവിത പങ്കാളിയെ തന്നത്? ഇത് ചാവറ മാട്രിമോണിയലിനെ കണ്ടുപിടുത്താണോ? ഇൻറ്റിമേറ്റ് മാട്രിമോണിയലിനെ കണ്ടുപിടുത്താണോ? ഏതെങ്കിലും മാട്രിമോണിയൽ കണ്ടുപിടിച്ചതാണോ? അല്ല പ്രിയപ്പെട്ടവരെ, വചനത്തെ കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. വചനം എന്താ പറയുന്നേ? അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. നിന്റെ ജീവിത പങ്കാളി, നിന്റെ കൂടെയുള്ള നിന്റെ ജീവിത പങ്കാളി ഇതാരുടെ കണ്ടുപിടുത്ത? ദൈവത്തിന്റെ കണ്ടുപിടുത്ത. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഞാൻ സാധാരണയായി കുടുംബങ്ങളെ 4ആയി തിരിക്കാറുണ്ട്. ഒന്ന്, ദൈവം പണിത ഭവനം. 2, മനുഷ്യൻ പണിത ഭവനം. 3, പിശാച് പണിത ഭവനം. 4, സർക്കാർ പണിത ഭവനം. ഈ 4 ഭവനങ്ങളിൽ എൻ്റെ ഭവനം എങ്ങനെയുള്ള ഭവനമാണ്? എന്താണ് ദൈവം പണിത ഭവനത്തിൻ്റെ പ്രത്യേകത? ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ അൽത്താരുടെ മുന്നിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടു. അതിനുശേഷം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന കുടുംബം. ആ കുടുംബത്തിൽ അന്യായമായി പണം സമ്പാദിക്കുന്നില്ല. ആ കുടുംബത്തിൽ കൂദാശ ജീവിതമുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, കുമ്പസാരമുണ്ട്. ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ട് ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളെയാണ് ദൈവം പണിത ഭവനം എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമത്തെ കുടുംബത്തെ വിളിക്കുക മനുഷ്യൻ പണിത ഭവനം. എന്താണ് മനുഷ്യൻ പണിത ഭവനത്തിന് പ്രത്യേകത? ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ടു, എന്നാൽ ആ ദേവാലയത്തെ തന്നെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതം ആരംഭിച്ചിരിക്കുക.
ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും പണമേ ശരണം, പണമേ ശരണം, പണത്തിന്റെ പിന്നാലെ പോയിരിക്കുക. ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും പരസ്യം വരുമ്പോൾ രഹസ്യം ചെല്ലുന്ന കുടുംബങ്ങൾ. ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും നീതിരഹിതമായ സമ്പത്തിന് പിന്നാലെ പോകുന്ന അവസ്ഥ. ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെട്ട് ആ ദൈവത്തെ, ദേവാലയത്തെ തന്നെ വിട്ടുപേക്ഷിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ. വിരുന്നുകാർ വന്നോ, അന്ന് ആ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ല. ഇതുപോലൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് ദൈവം പണിത ഭവനം എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ കുടുംബത്തെ വിളിക്കും പിശാച് പണിത ഭവനം. അങ്ങനെയുള്ള ഭവനം ഉണ്ടോ എന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭവനം ഉണ്ടെന്നേ. എന്താ ഭവനത്തിന്റെ പ്രത്യേകത? ദേവാലയത്തിൽ വെച്ച് തന്നെയാണ് ഈ വിവാഹം ആസ്വദിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞു, ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു, 8 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് മറ്റൊരു ബന്ധം, ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധം. ഇങ്ങനെയുള്ള കുടുംബങ്ങളെയാണ് പിശാച് പണിത ഭവനം എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മുടെ കുടുംബം ഇതേതവസ്ഥയിലാണ്. നാലാമത്തെ കുടുംബത്തെ വിളിക്കും സർക്കാർ പണിത കുടുംബം. അങ്ങനെയുള്ള കുടുംബം ഉണ്ടോ എന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടെന്നേ. എന്താണ് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത? ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെടാതെ 2 പേരിങ്ങനെ ജീവിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നുണ്ട്. എന്നാ വചനം പറയുക, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. കുടുംബ ജീവിതത്തിന് വേണ്ട യോജിപ്പ് തരുന്ന ആരാ? ധാരുടെ കണ്ടുപിടുത്ത, മനുഷ്യന്റെ കണ്ടുപിടുത്ത അല്ല മക്കളെ, ദൈവത്തിന്റെ കണ്ടുപിടുത്ത. ദൈവം യോജിപ്പിച്ചത്. കുടുംബ ജീവിതത്തെ യോജിപ്പിക്കുന്ന ആരാ? ദൈവ യോജിപ്പിക്കുന്നേ. ദൈവം യോജിപ്പിക്കുന്നത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകൾ ലീവിൻ ടുഗദറൊക്കെ ആയി ജീവിക്കുന്ന വ്യക്തി ചിന്തിക്കണം. വിവാഹം എന്ന കൂദാശിയായി ദേവാലയത്തിൽ വെച്ച് വിവാഹം ആസ്വദിക്കപ്പെടാത്ത ദമ്പതികൾ ചിന്തിക്കണം. ഇവരൊക്കെ തിരിച്ചറിയണം, നിന്റെ കുടുംബം ദൈവം പണിത ഭവനാണോ? 4 തരം കുടുംബങ്ങളെ കുറിച്ച് കണ്ടു. ഏതൊക്കെയാ? ദൈവം പണിത ഭവനം, മനുഷ്യൻ പണിത ഭവനം, പിശാച് പണിത ഭവനം, സർക്കാർ പണിത ഭവനം. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബം ഈ 4 ഏത് വിഭാഗത്തിൽ പെടും? ദൈവം പണിത ഭവനം എന്നുള്ളവരൊന്ന് വലതുകരം ഉയർത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനൊന്ന് സന്തോഷിക്കാൻ വേണ്ടി എല്ലാവരും കൈ ഉയർത്തുന്ന കൈരങ്ങളൊക്കെ ഒന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ജീവിത പങ്കാളിയെ ദൈവത്തിന്റെ കരങ്ങൾ നീ സ്വീകരിച്ചോ? നിന്റെ ജീവിത പങ്കാളി, ഈ ജീവിത പങ്കാളി ദൈവത്തിന്റെ കരങ്ങൾ സ്വീകരിച്ചോ? പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ജെറുസലേം ധ്യാനത്തിൽ ധ്യാനം നടക്കിയ ഒരു ചേട്ടത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി, എന്ത് വരേണ്ട നേരത്തിനാണെന്നറിഞ്ഞില്ല അച്ഛ ഈ ബന്ധത്തിൽ പോയി പെട്ടെ. വിവാഹം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടും ഈ ചേച്ചിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത എന്താ? ഇതല്ല, വേറൊരാളായിരുന്നു എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ഈ സൂത്രം ഘടിപ്പിച്ച് വെച്ചെങ്കിൽ എനിക്ക് ഈ ഗതികേടുണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഇതേപോലെ താമസിച്ചുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ വേളയിൽ ഞാൻ കാണുകയുണ്ടായി, ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിലുള്ള പരിശുദ്ധാത്മാവ് അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് ഒരു 10-70 വയസ്സായ ചേടത്തി നിലത്ത് കൂടെ ഉരുളുന്നുണ്ട്. ഈ ചേടത്തിയെ പ്രേക്ഷകർ പൊക്കിയെടുത്ത് സംഗീതത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ കാണിച്ചു കൂട്ടുന്നേ? ഈ സമയത്ത് ഈ ചേടത്തി പറഞ്ഞു, അച്ഛാ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാതെ എനിക്ക് മോചനമില്ല അച്ഛാ. ഞാൻ ഈ സമയത്ത് ഈ ചേടത്തിയോട് ചോദിച്ചു, ഇതിനു വേണ്ടിയിട്ടാണോ ഈ കിടന്ന് ഉരുളുന്നേ? ഭർത്താവിൻ്റെ പേര് പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ അനൗൺസ് ചെയ്യുക, ഇതാ ഭർത്താവ് വരുന്നു, നിങ്ങൾ കാല് പിടിച്ചു, അച്ഛൻ റഫറി ആയിട്ട് സെൻറ്ററിൽ നിൽക്കാം. ആ സമയത്ത് ഈ ചേടത്തി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് ധ്യാനത്തിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് കാല് പിടിച്ചാൽ പോരെ, നാളെ രാവിലെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലില്ലേ? ഈ സമയത്ത് ഈ ചേടത്തി എന്നോട് പറയുക, അല്ല അച്ഛാ, എൻ്റെ ഭർത്താവ് വന്നിട്ടില്ല, ഭർത്താവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാതെ എനിക്ക് മോചനമില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഈ ചേടത്തി എന്നോട് പറയുക, അച്ഛാ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 50 വർഷമായി, ഞാൻ ഇതുവരെയും എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ദമ്പതികൾക്ക് വിശ്വസിക്കാൻ കഴിയോ?
വിവാഹം കഴിഞ്ഞ് 50 വർഷമായി ഞാൻ ഇതുവരെയും എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിട്ടില്ല. ഞാനപ്പോൾ ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചു, അപ്പം നിനക്ക് മക്കളൊന്നുമില്ല അല്ലേ? ആ സമയത്ത് ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അത് 5 എണ്ണം അച്ഛാ. പിന്നെ മനസ്സിലായി, പശുവിനും കുഞ്ഞുണ്ടാവും, പട്ടിക്കും കുഞ്ഞുണ്ടാവും, പോത്തിനും കുഞ്ഞുണ്ടാവും, ഇതുപോലെ തന്നെ മനുഷ്യന് കുഞ്ഞുണ്ടാവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ പറയുകയാണ്, എൻ്റെ ഇന്നത്തെ കാലത്തെ പോലെ ഒന്നല്ല അന്ന് വിവാഹം. അന്ന് അപ്പം പോയി വിവാഹം ഉറപ്പിച്ചു വന്നു. എൻ്റെ കഴുത്തിന് പുറകിൽ സൂത്രം ഘടിപ്പിക്കുന്നു. എൻ്റെ തിരുമുഖം പൊതമുണ്ടിൻ്റെ അകത്ത് കൂടെ ഞാൻ കാണുന്ന എപ്പോഴാണെന്നറിയോ? ദേവാലയത്തിൽ വെച്ച് അൾത്താരയ്ക്ക് മുന്നിൽ വെച്ച പൊതമുണ്ടിൻ്റെ അകത്ത് കൂടെ ഞാൻ 2 കൽപ്പിച്ച് എൻ്റെ കഴുത്തിന് പുറകിൽ സൂത്രം ഘടിപ്പിച്ച് വെക്കുന്നു. എൻ്റെ തിരുമുഖം ഞാനൊരു നോട്ടം നോക്കി. ഈ അമ്പച്ച് പറയുക, ഇടിവെട്ടേറ്റതുപോലെയായി അച്ഛ, ഒരു ടാറും പാട്ട പോലെ. എത്രമാത്രം ഉയരമുണ്ടോ, അത്രമാത്രം വീതിയുണ്ട്. 50 വർഷമായി ഈ ടാറും പാട്ടയുടെ കൂടെ ജീവിക്കുകയായിരുന്നു എന്നായിരുന്നു പറഞ്ഞ്. എന്നാൽ ഈ അമ്മച്ചി എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഈ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നെ ആ മനുഷ്യൻ്റെ കരുത്ത് തൊലിക്കുള്ളിലെ ആ മനുഷ്യൻ്റെ ഹൃദയം കാണാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ അവസ്ഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ചില കുടുംബങ്ങളുടെ അവസ്ഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ, ജീവിത പങ്കാളിയെ ദൈവത്തിൻ്റെ കരങ്ങൾ സ്വീകരിക്കാൻ കൃപ തരട്ടെ. ഈ അമ്മച്ചി എന്നോട് പറയുക, എൻ്റെ മക്കളെയൊക്കെ ഈ മനുഷ്യൻ നല്ല നിലയിൽ പഠിപ്പിച്ചു വളർത്തിക്കൊണ്ട് വന്നു. ഇന്ന് നല്ല രീതിയിലും നല്ല കുടുംബങ്ങളിലേക്കും ആ മക്കളെ കെട്ടിച്ചു വിട്ടു. അതുപോലെ തന്നെ എല്ലാ മക്കൾക്കും ജോലിയുണ്ട്. വീണ്ടും ഈ അമ്മച്ചി പറയുക, ഞാനൊന്ന് നുള്ളിക്കഴിഞ്ഞാൽ പോലും ഈ മനുഷ്യൻ തിരിച്ചു നുള്ളുപോലുമില്ല. ഈ മനുഷ്യൻ്റെ നല്ല ഹൃദയം കാണാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു. അതാച്ചാ എനിക്ക് ഈ ഭർത്താവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാതെ എനിക്ക് മോചനം ഇല്ല എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിലൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്യുകയാണ്, ദമ്പതികളെ, കുടുംബ ജീവിതം ഇത് വിശുദ്ധമായിട്ടുള്ള ബന്ധമാണ്. കുടുംബത്തിൽ 3 തരം വിശുദ്ധി ഉണ്ടാവണം. ശരീരത്തിന് വിശുദ്ധി ഉണ്ടാവണം, മനസ്സിന്റെ വിശുദ്ധി ഉണ്ടാവണം, ആത്മാവിന്റെ വിശുദ്ധി ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മനസ്സിന്റെ വിശുദ്ധി ഉണ്ടാവണം. പുരുഷന്റെ മനഃശാസ്ത്രവും സ്ത്രീയുടെ മനഃശാസ്ത്രവും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, രണ്ടും 2 ധ്രുവങ്ങളല്ല. ഇങ്ങനെയുള്ള 2 സ്വഭാവത്തിൽപ്പെട്ട 2 വ്യക്തികൾ ഒരു കൂരയ്ക്ക് കീഴിൽ ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദമ്പതികളും തിരിച്ചറിഞ്ഞു, അത് നിങ്ങളുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാ. എഫെസോസ്യർക്കെഴുതിയ എഴുതിയ ലേഖനം 6-ാം അധ്യായം 32-ാം തിരുവചനം പറയുകയാണ്, ഇത് ഒരു മഹാരഹസ്യ. എന്ത്? 2 പേര് ഒരുമിച്ച്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. പുരുഷൻ എന്താണോ സ്വഭാവം, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്ത്രീയുടെ സ്വഭാവം. പുരുഷൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ആശയങ്ങൾക്കാണെങ്കിൽ സ്ത്രീ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് വാക്കുകൾക്കാ. ശരിയല്ലേ ചേട്ടന്മാരെ? നിങ്ങളുടെ വായെന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് ചാടിപ്പോയി ആ വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചൊറിയാൻ കാരണം എന്താ? അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് വാക്കുകൾക്കാ. ഒരു പുരുഷൻ തൻ്റെ ശാരീരികമായ സുഖത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മനഃശാസ്ത്രം പറയുക, ഒരു സ്ത്രീ എപ്പോഴും തൻ്റെ മനസ്സിൻ്റെ സുഖത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഏത് തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും 2 സ്വഭാവങ്ങളാണ്. ഈ 2 സ്വഭാവങ്ങൾ ഒരുമിച്ച് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ കഴിവല്ല, മറിച്ച് ഇതൊരു മഹാരഹസ്യ. ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ് 2 പേരും ഒരുമിച്ച് ജീവിക്കുന്നത്. 3-ാമത് നമുക്ക് പറഞ്ഞു തരിക, കുടുംബ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഐക്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. ആത്മാവിൻ്റെ ഐക്യത്തെയാണ് പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ട ദമ്പതികളെ, നമ്മുടെ കുടുംബത്തിൽ 2 തരം പ്രാർത്ഥനകൾ ഉയരണം. ഒന്ന് പ്രഭാത പ്രാർത്ഥന, 2 സായാഹ്ന പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥനയും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ? പ്രഭാതത്തിൽ ഒരു കുടുംബം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. സായാഹ്നത്തിൽ ഒരു കുടുംബത്തിൽ ദൈവം നൽകുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 27-ാം തിരുവചനം പറയുകയാണ്, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും
അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെതിൻ്റെ വിജ്ഞാപനമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. അഗ്നിയിൽ ഉരുകാത്ത അരുണോദയത്തിൽ ഉരുകി. അഗ്നിയിൽ ഉരുകാത്തത് എന്തെങ്കിലും ഉണ്ടോ മക്കളെ? എന്തൊക്കെ അഗ്നിയിലേക്ക് ഇട്ടുകൊടുത്തോ അതൊക്കെ ഉരുകുന്നു നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വചനം പറയുക, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. പ്രഭാതത്തിൽ ഒരു കുടുംബം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, അഗ്നിയിൽ ഉരുകാത്ത 100 പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിന് മുമ്പിലില്ലേ? ചില കുടുംബങ്ങൾ ഒരുപാട് തകർച്ചയുള്ള കടന്നു പോകുക. ഭർത്താവിന്റെ മദ്യപാനം തുടങ്ങിയിട്ട് 25 വർഷമായി. എന്നും മദ്യപിച്ചു വരുന്ന ഭർത്താവിനെ കാണുന്നത് അഗ്നിയിൽ ഉരുകാത്ത പ്രശ്നമല്ലേ? ചില കുടുംബങ്ങൾ രോഗപീഠകൾ വിട്ടുപോകുന്നില്ല. എത്ര നോക്കിക്കഴിഞ്ഞിട്ടും അതിൽ നിന്നൊരു അറുതി വരുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും മക്കളെ പരീക്ഷയെ പാസ്സാവുന്നില്ല. എത്ര നോക്കിക്കഴിഞ്ഞിട്ടും ജോലി ശരിയാവുന്നില്ല. 100 പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മുമ്പിലില്ലേ? എന്ന വചനത്തെ കാണാൻ സാധിക്കും, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. ഒരു കുടുംബം പ്രഭാതത്തിലുണർന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അവയെല്ലാം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 100 പ്രശ്നങ്ങളുമായി ഓരോ കുടുംബങ്ങളും മുന്നോട്ട് പോവുക. ഒരുപാട് അന്ധകാരങ്ങൾ കുടുംബങ്ങളെ വലയം ചെയ്തിരിക്കുക. എന്നാൽ ഈ അന്ധകാരത്തിന് മുകളിൽ പ്രാർത്ഥനയാവുന്ന പ്രകാശം ആഞ്ഞടിച്ചുവെങ്കിൽ മാത്രമേ ഇതിൻ്റെ മേൽ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. അഗ്നിയിൽ ഉരുകാത്ത 100 പ്രശ്നങ്ങളുമായി ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയുക, പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അഗ്നിയിൽ ഉരുകാത്ത നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ 100 പ്രശ്നങ്ങളില്ലേ, അതോരോന്നോരോന്നായി ഉരുകിത്തീരും നിനക്ക് കാണാൻ സാധിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ സായാഹ്ന പ്രാർത്ഥന ഉണ്ടാവണം. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. 2 സായാഹ്നത്തിൽ ഓരോ കുടുംബവും പ്രാർത്ഥിക്കണം. നമുക്ക് വചനത്തെ കാണാൻ സാധിക്കും. വെളിപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം തിരുവചനം പറയുകയാണ്, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളോട് അവൻ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പുറപ്പെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ സർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിശാച് സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. വെളിപാട് പുസ്തകം പറയുന്ന ഈ സ്ത്രീ ആരാ? പരിശുദ്ധ കന്യാമറിയമാ. പരിശുദ്ധ കന്യാമറിയത്തോട് നേരെ തിരിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങൾ. ആരാ മക്കളെ? ഈ അമ്മയുടെ സന്താനങ്ങൾ, യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന സന്താനങ്ങൾ. നമ്മളോരോരുത്തരുവാ നമ്മളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പിശാച് ഇറങ്ങി പുറപ്പെട്ടേക്കുക. സാത്താനുമായുള്ള പോരാട്ടത്തിൽ ഒരു കുടുംബത്തിന്റെ ആയുധമാ ജപമാല. സാത്താനുമായുള്ള പോരാട്ടത്തിൽ ഒരു കുടുംബത്തിന്റെ ആയുധമാ ജപമാല. ഈ ജപമാല നമ്മുടെ കുടുംബത്തിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ, കൊന്ത മുറിഞ്ഞു കഴിഞ്ഞാൽ പിശാച് കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സായാഹ്നത്തിൽ കുടുംബത്തിൽ പ്രഭാതത്തിൽ പ്രാർത്ഥന ഉണ്ടാവണം. സായാഹ്നത്തിൽ കുടുംബത്തിൽ പ്രാർത്ഥനകൾ ഉയരുന്ന കുടുംബങ്ങളായി മാറണം. കുടുംബത്തിന്റെ അന്ധകാരം വിട്ടുപോകാൻ പ്രകാശമാവുന്ന പ്രാർത്ഥന, ദൈവകൃപയാവുന്ന പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ജാഗരണ പ്രാർത്ഥനയുടെ വേളയിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാവണം. 2, കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചാലാണ് ആ കുടുംബത്തിലേക്കും തലമുറകളിലേക്കും ദൈവത്തിന് അനുഗ്രഹം ഒഴുകുക. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയി എൻ്റെ കൊച്ചിനെ ചേർത്തി. അതിനുശേഷം കൊച്ചിന് 1 ട്യൂഷൻ, 2 ട്യൂഷൻ, 3 ട്യൂഷൻ കൊടുത്തു. ഈ കൊച്ചിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഈ കൊച്ചിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കരമുയർത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുള്ളൂ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വിടുക. എന്താണ് കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ? കുടുംബത്തിന്റെ അപ്പൻ, കുടുംബത്തിന്റെ അമ്മ. ഏതാനും നാളുകൾക്ക് മുമ്പ് അച്ഛൻ ധ്യാനിപ്പിക്കാൻ വേണ്ടി സിംഗപ്പൂർ ആ രാജ്യത്ത് ചെന്നിരിക്കാം. ഈ സമയത്ത് എന്നെ ഒരു വീട്ടിലേക്ക് അവരുടെ വീട് വെഞ്ചരിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ അവരുടെ വീടൊക്കെ വെഞ്ചരിക്കുന്നു. ഈ സമയത്ത് അവിടെ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു മുറിയുണ്ട്. ആ മുറി ഒന്ന് വെഞ്ചരിക്കാൻ പറഞ്ഞു. ഞാൻ കയറി നോക്കിയപ്പോൾ സാധാരണ ബാത്റൂമാണല്ലോ വേണ്ടേ എന്ന് ഞാൻ അവിടെ കാണുക. ഇതൊരു കൊച്ചു പ്രാർത്ഥനാ മുറിയാണ്. ഒരു ക്രൂശിത രൂപമുണ്ട്. യേശു പിതാവിൻ്റെയും മാതാവിൻ്റെയും 2 രൂപങ്ങൾ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ബൈബിളും മുമ്പിലിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ വെഞ്ചരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴെ വന്നിരിക്കുന്ന സമയത്ത് ഈ കുടുംബനാഥൻ ഞങ്ങളോട് പറയുക, അച്ഛാ, ഇത് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ്. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എല്ലാ ദിവസവും 15 മിനിറ്റെങ്കിലും കരങ്ങൾ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുറിയാച്ച. ഞങ്ങളിന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ഇന്നോളം ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് പോലും തകർന്നു പോകാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ആ സന്ദേശങ്ങൾ അനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയത് കൊണ്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിന്റെ വചനം പറയുക, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ മധ്യേ ഞാനുണ്ട്. ഏതാ പ്രിയപ്പെട്ടവരെ? 2-3 പേർക്ക് ഒരുമിച്ച് ചോദിക്കാൻ പറ്റിയ സ്ഥലം അവിടെ മധ്യേ ഞാനുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കുടുംബനാഥൻ പറയുക, ഇന്നോളം ഞങ്ങൾ എടുത്ത പ്രൊജക്റ്റുകളൊന്നും പരാജയപ്പെടാതിരിക്കുന്നതിന് കാരണം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതുകൊണ്ട് അച്ഛാ, ഇന്നോളം ഞങ്ങളുടെ ബിസിനസ്സുകളൊക്കെ തമ്പുരാൻ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിനുശേഷം ഞാൻ കാപ്പി കുടിക്കുന്ന സമയത്ത് കുടുംബനാഥൻ എൻ്റെ മുമ്പിലേക്കൊരു ഡയറി കൊണ്ടുവന്നിരിക്കുക. ഈ കുടുംബനാഥൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് 3 മക്കളുള്ളേ, മക്കൾക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. മക്കളുടെ പരീക്ഷ വരാൻ പോവുക. ഞാൻ ചോദിച്ചു, മക്കൾക്ക് എന്തൊക്കെയാണ് പരീക്ഷ? അതിനുശേഷം മക്കൾക്ക് ഏത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടേ? കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മക്കൾക്ക് ചൈനീസ് ഭാഷ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ സമയത്ത് ഈ കുടുംബനാഥനോട് ചോദിച്ചു, എന്തിനീ ചൈനീസൊക്കെ സെക്കൻഡ് ലാംഗ്വേജായി എടുത്ത്? ഒന്ന് തമിഴ് എടുക്കാമായിരുന്നില്ലേ? അല്ലെ ഹിന്ദി എടുക്കാമായിരുന്നില്ലേ? അതും അല്ലെങ്കിൽ മലയൻ ലാംഗ്വേജ് എടുക്കാമായിരുന്നില്ലേ? പക്ഷേ ഈ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, എൻ്റെ മക്കൾ 3 പേരും ചൈനീസാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്ത് മണ്ടത്തര കാണിച്ച് ചൈനീസാണ് പഠിക്കുന്നത്? ഈ കുടുംബനാഥൻ എന്നോട് പറയാ, അച്ഛാ, എനിക്കറിയാം ചൈനീസ് ഭാഷ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ 3 മക്കളെയും ഞാൻ ചൈനീസ് ഭാഷ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയൂ അച്ഛാ? ഇന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം ചൈനയിലെത്താത്തതിന് കാരണം എന്താണെന്നറിയോ? നമുക്ക് ചൈനീസ് ഭാഷ അറിയില്ല. ഈ ഭാഷ അറിയാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ 3 മക്കളെ ചൈനീസ് ഭാഷ പഠിപ്പിക്കുന്നത്. ഇതുപോലെ ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ IELTS OET ഒക്കെ പഠിപ്പിച്ച് B1 B2 ഒക്കെ പഠിപ്പിച്ച് ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും UK-യിലേക്കും ന്യൂസിലൻഡിലേക്കും പിന്നെ അവിടേക്കൊക്കെ നമ്മുടെ മക്കളെ വിടാൻ കാരണം എന്താ? ഈ കാലഘട്ടത്തിൻ്റെ ഈ മാതാപിതാക്കളെ എന്നോട് പറയുക, ഈ ചൈനീസ് ഭാഷ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അറിയാച്ച, പക്ഷെ എൻ്റെ 3 മക്കളെയും ഞാൻ ചൈനീസ് ഭാഷ മക്കളെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ഇന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്താൻ, ചൈനയിലെത്താൻ ഏറ്റവും വലിയ തടസ്സം നമുക്ക് ചൈനീസ് ഭാഷ അറിയാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനുശേഷം കുടുംബനാഥൻ എൻ്റെ മുമ്പിലേക്ക് ഒരു ഡയറിയും പിടിച്ചുകൊണ്ട് വന്നേക്കുക. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ വരച്ചും കുത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചൈനീസ് ഭാഷയിൽ വചനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ കുടുംബനാഥൻ പറയുക, അച്ഛാ, ഇതിൻ്റെ അടിയിലൊന്ന് ഒപ്പിട്ട് തരാമോ? ഞാൻ നോക്കിക്കഴിയുമ്പം അച്ഛന്മാർ പലരും അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഞാനും ഒരു ഒപ്പടങ്ങോട്ട് കൊടുത്തു. ഇതിനുശേഷം കുടുംബനാഥൻ പറഞ്ഞു, അച്ഛാ, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ മക്കളൊക്കെ സ്തുതിയില്ലെന്നേക്കാളും മുമ്പ് ഞാൻ ചൈനീസിൽ ഒരു വചനം എൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളുടെ മുമ്പ് ഞാൻ പറയും. ഇതിനുശേഷം ഈ ഭാര്യ ഡയറിയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുക ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒപ്പിട്ട് കൊടുത്തു.
ഇതിനുശേഷം ഈ ഭാര്യയെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ മുമ്പിലും ഭർത്താവിന് മുമ്പിലും വചനം ചൈനീസിൽ പറയും. 3 മക്കളും ഇത് ധൈര്യം പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ മക്കളും ഓരോ വചനം ചൈനീസിൽ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ ദൈവത്തിന്റെ സന്നിധി കരമുയർത്തി പ്രാർത്ഥിച്ചാൽ മക്കളിലേക്ക് തലമുറയിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുകയുള്ളൂ. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചു, ഇസ്രായേൽക്കാർക്ക് വിജയം. മോശയുടെ കരം താന്നു പോയപ്പോൾ ഇസ്രായേൽക്കാർക്ക് പരാജയപ്പെട്ടുവെങ്കിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിച്ചു, നിന്റെ കുടുംബത്തിന് വിജയം. നിന്റെ കരം താന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ മക്കളും തലമുറകളും തകർക്കപ്പെടും. നിന്റെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടാതെ പോകുമെന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിന്റെ മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞോ? അല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടത് കൊണ്ടോ മക്കൾക്ക് 3 ട്യൂഷൻ കൊടുത്തുകൊണ്ടോ മക്കളും ജീവിതവും തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന് ഈ കാലഘട്ടത്തിന്റെ മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3-ാമതായി പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് പറഞ്ഞു തരികയാണ്, കുടുംബ ജീവിതം പരസ്പരം സ്നേഹിക്കാനുള്ള വിളിയാണ്. പരസ്പരം സ്നേഹിക്കാനുള്ള വിളിയാണ് കുടുംബ ജീവിതം, വിവാഹ ജീവിതം എന്നുള്ളത്. എന്താണ് സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പരിശുദ്ധ കത്തോലിക്ക സഭ പറഞ്ഞു തരികയാണ്, സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താ? ദൈവം നിന്നെ ഭരമേൽപ്പിച്ചവരെ സ്വർഗത്തിൽ ജനിപ്പിക്കുക എന്നതാണ്. നീയും മരിക്കും, നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കും. നീ സ്നേഹിച്ചു എന്ന് പറയുന്നതിൻ്റെ അടയാളം നീ പറയും, അവർക്ക് നല്ല ഭക്ഷണം വെച്ച് കൊടുത്തു, ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് കൊണ്ടുപോയി, അവരെ ചോദിച്ചു മുഴുവൻ ഞാൻ വാങ്ങിക്കൊടുത്തു, ഭാര്യയ്ക്ക് 2 സാരി ചോദിച്ചപ്പോൾ 4 സാരി കൊടുത്തു, മക്കൾക്ക് നല്ല ട്യൂഷൻ കൊടുത്തു, നല്ല സ്കൂളിൽ വിട്ടു. ഇതൊക്കെയാണ് സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളം. എന്നാൽ പരിശുദ്ധ കത്തോലിക്ക സഭ പറഞ്ഞു തരികയാണ്, ദൈവം നിന്നെ ഭരമേൽപ്പിച്ചവരെ സ്വർഗത്തിൽ ജനിപ്പിക്കുക എന്നുള്ളതാ സ്നേഹിക്കുക എന്നതിൻ്റെ അടയാളം. നിന്റെ ത്യാഗം കൊണ്ടും നിന്റെ പ്രാർത്ഥന കൊണ്ടും നിന്റെ ജീവിതം കൊണ്ടും ദൈവം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, നീയുമായി ഒട്ടി നിൽക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവർ സ്വർഗത്തിൽ നിനക്ക് കാണാൻ സാധിക്കണം. നീയും സ്വർഗത്തിൽ ചെല്ലണം, അവരും സ്വർഗത്തിൽ ചെല്ലണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദമ്പതികൾ നോക്കണം, ഈ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയിൽ ഒരു കുരിശ് കാണാൻ സാധിക്കും. ഈ കുരിശ് എന്തിൻ്റെ അടയാളമാ? കുരിശ് ക്രിസ്തുവിൻ്റെ അടയാളമാ. വീണ്ടും നമ്മൾ കാണാൻ സാധിക്കും, ആ താലിയെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ 7 മുട്ടുകൾ കാണും, അത് 7 കൂദാസുകളെയാണ് സൂചിപ്പിക്കുന്നത്. 12 മുട്ടുകളാണെങ്കിൽ അത് 12 അപ്പോസ്തലന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. വചനം പറയുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചേ നമുക്ക് കാണാൻ സാധിക്കും. ജീവൻ കൊടുത്തും രക്തം കൊടുത്തും ശരീരം കൊടുത്തു ക്രിസ്തു സഭയെ സ്നേഹിച്ചുവെങ്കിൽ ദമ്പതികളോട് പറയുക, നിങ്ങൾ ജീവൻ കൊടുത്തും രക്തം കൊടുത്തും ശരീരം കൊടുത്തും ജീവിക്കാനുള്ള ജീവിതമാ കുടുംബ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, എന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാ? അവര് മരിച്ചു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിൽ ജനിപ്പിക്കണം. എൻ്റെ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗ ജീവിതം കൊണ്ടും ഞാനുമായി ഒട്ടി നിൽക്കുന്ന വ്യക്തികളെ സ്വർഗത്തിൽ ജനിപ്പിക്കണം. അവിടെ മക്കളെ, നിന്റെ കുടുംബം ഒരുമിച്ച് പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നിന്റെ കുടുംബം ഒരുമിച്ച് പോയി 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് കുമ്പസാരിക്കാൻ ചെല്ലണം. നിന്റെ കുടുംബത്തിൽ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനകൾ ഉയരണം. നിന്റെ കുടുംബത്തിൽ ഒരുമിച്ചുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവണം. ഇവിടെയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുക എന്നതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, കുടുംബ ജീവിതം മരണം വരെ നീണ്ടു നിൽക്കേണ്ട ജീവിതമാണ്. മരണത്തിന് മാത്രമേ കുടുംബ ജീവിതത്തെ തകർക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തിലെ ഒന്നിനെ കുടുംബ ജീവിതത്തെ തകർക്കാൻ കഴിയില്ല. മരണത്തിന് മാത്രമേ കുടുംബ ജീവിതത്തെ തകർക്കാൻ കഴിയുള്ളൂ. ഈ കാലഘട്ടത്തെ കുറിച്ച് പറയുക, ജീവിത നിലവാരം ഉയർന്നു, എന്നാൽ ജീവിതം തകർന്നുകൊണ്ടിരിക്കുക. മാതാപിതാക്കളെ, ഇന്ന് അപ്പൻ അമേരിക്കയിൽ കിടക്കുന്നുണ്ട്, അമ്മ ദുബായി കിടക്കുന്നുണ്ട്, മക്കള് നാട്ടിലെ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക.
നിന്റെ പേരെ കുടുംബം. നിന്റെ കുടുംബത്തിൻ്റെ ശക്തി കുറയുന്ന ഒരു ജോലിയും വേണ്ട, ഒരു ലാഭവും വേണ്ട, ഒരു നേട്ടവും വേണ്ട. ഏറ്റവും വലിയ ശക്തി നിന്റെ കുടുംബ. അപ്പൻ അമേരിക്കയിലും അമ്മ ദുബായിലും മക്കൾ നാട്ടിലും കിടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അവർ വലിയ കാറ് മേടിച്ചു, എനിക്കും വലിയ കാറ് മേടിക്കണം. അവർ വലിയ വീടുണ്ടാക്കി, എനിക്കും വലിയ വീട് വേണം. കഞ്ഞിയും ചമ്മന്തി മാത്രമേ ഉള്ളൂ, അത് മതിയേ. നിന്റെ കുടുംബത്തിൻ്റെ ശക്തി കുറയുന്ന ഒരു ജോലിയും വേണ്ട, ഒരു ലാഭവും വേണ്ട, ഒരു നേട്ടവും വേണ്ട. എന്താണ് പാരൻ്റൽ ലവ്? മാതാപിതാക്കൾ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരസ്പരം സ്നേഹിക്കുമ്പോൾ മക്കളിലേക്ക് ഒഴുകുന്ന അഭിഷേക ഈ പാരൻ്റൽ ലവ്. ഇത് മറ്റൊരാൾക്കും കൊടുക്കാൻ സാധിക്കില്ല. കുഞ്ഞിൻ്റെ അപ്പാപ്പനും കൊടുക്കാൻ സാധിക്കില്ല, അമ്മാമ്മയ്ക്കും കൊടുക്കാൻ സാധിക്കില്ല. ഇത് അപ്പനും അമ്മയ്ക്കും മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായി പരിശുദ്ധ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്യുകയാണ്, ബോധപൂർവം മക്കൾക്ക് ജന്മം നൽകാനുള്ള ജീവിതമാണ് കുടുംബ ജീവിതം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം തിരുവചനം ദമ്പതികളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം നിങ്ങളെന്ന് ആഗ്രഹിക്കുന്നത്? ദമ്പതികളെ മലാക്കി പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു, ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അടുത്ത വചനം എന്താ? ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം നിങ്ങളെന്ന് ആഗ്രഹിക്കുന്നത്? ദൈവഭക്തരായ സന്തതികൾക്ക് ജന്മം നൽകേണ്ട വ്യക്തികളാണ് കുടുംബത്തിന് മാതാപിതാക്കൾ. അല്ലാതെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ബ്ലൂ ഫിലിമിൻ്റെയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഇന്ന് കുഞ്ഞുങ്ങളെ വൈകൃത സ്വഭാവങ്ങൾ കാണുമ്പോൾ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് നീ പറഞ്ഞു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, അപ്പനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മനസ്സ് തങ്ങി നിൽക്കുന്ന അപ്പനെക്കുറിച്ചുള്ള ഓർമ്മയാ. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും രാത്രിയുടെ യാമങ്ങൾ ഞാൻ ഞെട്ടി ഉണരുമ്പോൾ എൻ്റെ കട്ടിലിനരികിൽ 2 കരങ്ങളും വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ ചിത്രമാണ് എനിക്ക് അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന. വിശുദ്ധ കൊച്ചേസ്യ പുണ്യവതിയുടെ സ്നേഹിക്കാൻ പഠിപ്പിച്ച് കൊച്ചേസ്യ പുണ്യവതി പറയുക, എൻ്റെ അപ്പൻ്റെ മുഖത്ത് നിന്ന വിശുദ്ധ മരിയ ഗുരുത്തിയെ പാപത്തേക്കാൾ മരണമെന്ന് പഠിപ്പിച്ച് അവള് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറല്ല. അവള് പറയുന്നുണ്ട്, എൻ്റെ അമ്മയാ എന്നെ പാപത്തേക്കാൾ മരണമെന്ന് എന്നെ പഠിപ്പിച്ചത്. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പുസ്തകം എന്താണെന്നറിയോ? എൻ്റെ അമ്മയാ. നാം മാതാപിതാക്കൾ എത്രമാത്രം മക്കളുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന് ഈ കാലഘട്ടത്തിന് മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ മക്കൾ വായിക്കുന്ന 2 പുസ്തകങ്ങളാ. ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരാൻ പാടില്ല. മക്കൾ വായിക്കുന്ന 2 പുസ്തകങ്ങൾ ഏതാ? ഒന്ന് ഫേസ്ബുക്ക്, 2 വാട്സപ്പ്. അല്ല, ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേരാ കുടുംബത്തിന്റെ അപ്പമായി തീരേണ്ട അപ്പൻ. 2-ാമത്തെ പുസ്തകത്തിന്റെ പേരാ കുടുംബത്തിന് വിളക്കായി തീരേണ്ട അമ്മ. ഈ പുസ്തകത്തിന്റെ അകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അതുപോലെ നമ്മുടെ മക്കൾ ക്യാച്ച് ചെയ്യുമെന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിന്റെ മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ 5-ാമത്തെ സുവിശേഷ, നമ്മുടെ മക്കളുടെ 5-ാമത്തെ സുവിശേഷമാണ് കുടുംബത്തിന്റെ അപ്പമായി തീരേണ്ട അപ്പൻ, കുടുംബത്തിന് വിളക്കായി തീരേണ്ട അമ്മ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്ന ദിനമാ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ദൈവം അഭിഷേകം ചെയ്ത ദിനമാ. ദൈവം തരുന്ന മക്കളെ ദൈവത്തിന്റെ കരങ്ങൾ സ്വീകരിക്കാൻ ഓരോ മാതാപിതാക്കൾക്ക് സാധിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം പറയുകയാണ്, അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടെ തിരുവള്ളമാകണമേ. 1 സാമുവേലിന്റെ പുസ്തകം 25-ാം അധ്യായം 6-ാം തിരുവചനം പറയുകയാണ്, നിങ്ങൾ ഇപ്രകാരം പറയുവിൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം, നിങ്ങൾക്കുള്ള സകലരും സമാധാനം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ.
നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതമായ സമയമാണ്. ദൈവം നിന്നെ ഭരമേൽപ്പിച്ച വ്യക്തികളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നീ പ്രാർത്ഥിച്ചു. ദൈവം നിന്നെ ഭരമേൽപ്പിച്ചിരുന്ന വ്യക്തികൾ നിന്നെ കുടുംബ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം തിരിച്ചറിയണം. ദൈവം നിന്നെ ഭരമേൽപ്പിച്ച വ്യക്തികളെ സ്വർഗത്തിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ്. കണ്ണുകളടച്ച് തിരുസഭയുടെ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധരായ ദമ്പതികൾ, വിശുദ്ധ ഔസേപ്പ് പിതാവും പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധരായ ദമ്പതികളായിരുന്നു. വിശുദ്ധ ജോവാക്യം, വിശുദ്ധ അന്ന വിശുദ്ധരായ ദമ്പതികളാണ്. വിശുദ്ധ സക്രിയ, വിശുദ്ധ എലിസബത്ത് വിശുദ്ധരായ ദമ്പതികളാണ്. വിശുദ്ധ ഗോശ്രേസ്യ പുണ്യവതിയുടെ മാതാപിതാക്കൾ വിശുദ്ധ ലൂയി മാർട്ടിൻ, വിശുദ്ധ സ്വലിംഗരൻ വിശുദ്ധരായ ദമ്പതികളാണ്. 3 മക്കൾക്ക് ജന്മം നൽകി 3 മക്കളെയും വിശുദ്ധരാക്കിയ ദമ്പതികളുണ്ട്. വിശുദ്ധ ഗ്രിഗറിയും വിശുദ്ധ നോനയും. അവിടെ 3 മക്കളാ. വിശുദ്ധ ജോർജിയ, വിശുദ്ധ സീസ്രസ്, വിശുദ്ധ ഗ്രിഗറി ഓഫ് നസിയ. 3 മക്കളും വിശുദ്ധരായി, അപ്പനും അമ്മയും വിശുദ്ധരായി. നീ നിന്റെ കുടുംബത്തെ ഒന്ന് കണ്ടേ. ദൈവം നിന്നെ ഈ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധരാകുവാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. വിശുദ്ധരായ ദമ്പതികളാവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുക. ഇന്ന് കുടുംബ ജീവിതത്തിൽ വിശുദ്ധി എന്നുള്ള ചിന്ത പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുകയല്ലേ. നീ വിശുദ്ധരാവണം, നിന്റെ ജീവിത പങ്കാളി വിശുദ്ധരാവണം, നിന്റെ മക്കളും വിശുദ്ധരാവണം. 2 കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച്, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഒരു പക്ഷേ 5 വർഷം കഴിഞ്ഞവരും, 10 വർഷം കഴിഞ്ഞവരും, 15 വർഷം കഴിഞ്ഞവരും, 20 വർഷം കഴിഞ്ഞവരും ആയിരിക്കാം. എന്നാൽ 30, 40, 50 ഒക്കെ വർഷം കഴിഞ്ഞവരുണ്ടായിരിക്കാം. ഒരു കാര്യം തിരിച്ചറിയുക, ആ വിവാഹത്തിന് സുന്ദരമായ നിമിഷം നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നി. ദേവാലയത്തിൽ വെച്ച് നിന്റെ വിവാഹം ആശീർവദിക്കപ്പെട്ട ആ നിമിഷം, ആശീർവദിച്ച വൈദികൻ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, പ്രിയപ്പെട്ടവരുടെ എല്ലാം സാന്നിധ്യം നീ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. ദേവാലയത്തിൽ വെച്ച് വിവാഹം ആശീർവദിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ആരംഭിച്ച കുടുംബ ജീവിതമല്ലേ. എന്നാൽ ആ മുന്നോട്ടുള്ള യാത്രകളൊന്ന് ഓർത്ത് നോക്കി. ദൈവം നൽകിയ അനുഗ്രഹങ്ങളും കൃപകളും മാത്രമല്ലേ നിന്റെ മനസ്സിലേക്ക് ഈ സമയം വരുന്നുള്ളൂ. പലപ്പോഴും കാറ്റും കോളും കൊടുങ്കാറ്റും എല്ലാം ആ ജീവിതത്തോണിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. എല്ലാം തകർന്നു എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവേ, അമരത്തിരുന്നുറങ്ങുന്ന കർത്താവിനെ നീ ഒന്ന് വിളിച്ചപ്പോൾ ആ കാറ്റിനെയും കടലിനെയും കർത്താവ് ശാന്താക്കിയില്ലേ. എല്ലാം തകർന്നു എന്ന് ചിന്തിച്ച നിമിഷയില്ലേ. ചില രോഗങ്ങൾ വലയം ചെയ്ത്, കടബാധകൾ വലയം ചെയ്ത്, ജോലി നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ, തെറ്റിദ്ധാരണകളിലൂടെ കടന്നുപോയത്, സമാധാനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ. എന്നാൽ അമരത്തുറങ്ങുന്ന കർത്താവിനെ നീ വിളിച്ചപ്പോഴെല്ലാം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതുപോലെ നിന്റെ ജീവിതത്തോടിയെ കർത്താവ് അവിടെ ശാന്തമാക്കി തന്നില്ലേ. യേശു ഏതെല്ലാം ഭവനങ്ങളിലേക്ക് കടന്നിയെന്നു ആ കുടുംബത്തിന് എല്ലാ കുറവുകൾ നിറവുകളായി മാറിയിട്ടുണ്ട്. നീ ഒന്ന് ഓർത്തു നോക്കി. വർഷങ്ങൾക്ക് മുമ്പ് ദേവാലയത്തിൽ നീ വിശുദ്ധ ഗ്രന്ഥത്തിൽ വലത് കൈ വെച്ചുകൊണ്ട് നീ ചെയ്ത പ്രതിജ്ഞാവാചകം നീ ഒന്ന് ഓർത്തു നോക്ക്. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോട് ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. 2 കരങ്ങളും യാചനാരൂപത്തിൽ തുറന്നു പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക. കർത്താവേ, നീ എൻ്റെ കൂടെ വരണമേ. കർത്താവേ, നീ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ വരണമേ. മോശ പറഞ്ഞു, ഞാൻ വിക്കനാ, എനിക്ക് സംസാരിക്കാൻ ശേഷിയില്ല. എന്ന മോശ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമുള്ളൂ, കർത്താവേ, നീ എൻ്റെ കൂടെ വരണേ. എമ്മാമൂസിലേക്ക് പോയി ശിഷ്യന്മാര്, നാഥാ, നീ ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഈ കാലഘട്ടത്തിൽ എൻ്റെ കുടുംബത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. പലതിനും ഉത്തരം കിട്ടാത്ത അവസ്ഥയാണ്.
കർത്താവേ, നീ കൂടെയുണ്ടോ? എൻ്റെ കുടുംബത്തിന്റെ കുറവുകളെല്ലാം നിറവുകളായി മാറും. യേശുവിന്റെ സാന്നിധ്യം സഖ്യവൂസിന്റെ കുടുംബത്തിന് രക്ഷ നൽകി, കാനാന കുടുംബത്തിന് പുതുവീന്റെ അനുഭവം നൽകി, എലിസബത്തിന് പരിശുദ്ധാത്മാവിന് നൽകി, ദാസന്റെ കുടുംബത്തിൽ മരണത്തിൽ ജീവനിലേക്ക് ഉയർപ്പിച്ചു, പത്രോസിന്റെ കുടുംബത്തിൽ പനിയെ ശാസിച്ചു. കർത്താവ് വരും മക്കളെ, കുടുംബങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് വരുന്ന രാത്രിയാണ്. രണ്ട് കരങ്ങളും കൂടെ തുറന്നു പിടിച്ച് കുടുംബത്തിന് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. കർത്താവിന് നിറഞ്ഞ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. നിന്റെ കുടുംബത്തിലെ അന്ധകാരത്തിന്റെ മേഖലകളിലേക്ക് പ്രകാശം വ്യാപരിക്കട്ടെ. നിന്റെ കുടുംബത്തിന് അസ്വസ്ഥത നീങ്ങിപ്പോകട്ടെ. രോഗപീഠകളിലേക്ക് വലിയ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. നിന്റെ പരാജയങ്ങളുടെ മേൽ കർത്താവ് കരം നീണ്ടുവരുന്നു. ഏതൊക്കെ സങ്കടത്തോടു കൂടിയാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഈ രാത്രി കർത്താവ് ഇടപെടും. നീ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. കർത്താവ് നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്ന രക്ഷണീയ കൃത്യം നീ കാണും. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചോ. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. അന്തരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവശക്തി വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ശക്തി വ്യാപരിക്കട്ടെ. പരീക്ഷയിൽ എഴുതുന്ന മക്കൾക്ക് വേണ്ടി കരമുയർത്തിക്കോ. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ മക്കളെ ഓർത്ത് കർത്താവിന് സന്നിധി കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിന് വേണ്ടി കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല മല ഹല മല ഹല 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 ഹല. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവിന് സ്വരം നീ ഒന്ന് കേട്ടെ. രണ്ട് കരമുയർത്തി വിളിച്ചുടരട്ടെ. യേശുവേ, യേശു മറിയം യൗസേപ്പേ, ഈ കുടുംബത്തെ കാക്കേണമേ. എപ്പോഴും ദൈവത്തിൻ തിരുഹിതം തേടാ, അനുഗ്രഹം ചൊരിയേണമേ. കുടുംബം നിന്റെ കുടുംബത്തിലേക്ക് വരട്ടെ. യേശു മറിയം യൗസേപ്പ്